അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നമ്മളിത് നോക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ പവർഫുള്ളായ, വിശേഷിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴവുകളും സ്വരച്ചേർച്ചകളുമൊക്കെ, സ്വരമില്ലായ്മകളും അതുപോലെ തന്നെ പിണക്കങ്ങളുമൊക്കെ പരിഹരിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ പോകുന്ന, അതിനുവേണ്ടി ഉതകുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. സൂറത്ത് നിസാ, പരിശുദ്ധമായ സൂറത്ത് നിസാഹിന് ഒരുപാട് പവറുണ്ട്. ഈ സൂറത്ത് നിസാഹിനെ നമുക്കൊക്കെ അറിയാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തിനകത്ത് വെച്ച് തന്നെ രണ്ടു കൂട്ടരും സെപ്പറേറ്റ് ആകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബ കോടതിയിൽ നമ്മൾ പോയി നോക്കിയാൽ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം വെച്ച് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും അത് വിവാഹ ബന്ധം വേർപിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സൂറത്ത് നിസാ സഹോദരിമാർക്കുള്ള സൂറത്താണ്. സൂറത്ത് നിസാ നമ്മുടെ സഹോദരിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സഹോദരിമാർക്കുള്ളതാണ് സൂറത്ത് നിസാ. സൂറത്ത് നിസാഹിനെ ഭർത്താക്കന്മാർ, ഭാര്യമാരോട് സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, ഭാര്യമാരെ നോക്കാത്ത, സംരക്ഷിക്കാത്ത, അവർക്ക് ചിലവിന് കൊടുക്കാത്ത, അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ സൂറത്ത് നിസാ പാരായണം ചെയ്തു. സൂറത്ത് നിസാഹിന് 3 വട്ടമോ 7 വട്ടമോ 11 പ്രാവശ്യമോ സൂറത്ത് നിസാ പാരായണം ചെയ്താൽ ദാമ്പത്യ ജീവിതം വളരെ സുഗമമായി മുമ്പോട്ട് പോകും. ഭാര്യയ്ക്കും കുടുംബത്തിനും ചിലവിന് കൊടുക്കാതെ, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ കഴിച്ചു കൂട്ടുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് ഒരുപാട് സഹോദരിമാർ കംപ്ലൈൻറ്റ് പറയാറുണ്ട്, പരാതി പറയാറുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവമെന്ന് നേരെയാക്കാൻ ഉസ്താദെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് പറയുന്ന എത്രയോ സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ടിപ്സ് സൂറത്ത് നിസാ ആണ്. ഈ സൂറത്ത് നിസാ പാരായണം ചെയ്താൽ കല്ല് പോലെ ഉറച്ച നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മനസ്സുകളെ പൂവ് പോലെ മാർദ്ദവമാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് നാം ഇത് ഓതുകയും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ.